കൃഷ്ണ ഗുരുവായൂരപ്പ. കൃഷ്ണ ഗുരുവായൂരപ്പ. ഗുരുവായൂർ അമ്പലനടയിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ കൂടെ ഗുരുവായൂർ അമ്പലനടയിൽ ലോട്ടറി വിൽക്കണ ഒരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ പേരൊന്ന് പറയൂ. കുമാരി. ചേച്ചിക്ക് ഗുരുവായൂരപ്പനെ ദർശിച്ച അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ നേരിട്ട് ഇറങ്ങി വന്ന ഒരു അനുഭവം ഒരെണ്ണമല്ല, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ കഥകളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എത്ര നാളായി ഈ അമ്പലനടയിൽ ലോട്ടറി വിൽക്കണം? ഇപ്പോൾ അമ്പലനടയിൽ ഇപ്പോൾ ഒരു 4 വർഷമായിരുന്നു. ഇപ്പോൾ അമ്മ തുടങ്ങിയിട്ട് 7 വർഷമായി. അമ്മ പാർത്ഥസാരഥി അമ്പലത്തിൻ്റെ മുന്നിലൊക്കെ ആയിരുന്നു. ഇപ്പം അമ്മ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഭഗവാനെ നടക്കേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു 4 വർഷമായി. അമ്മയ്ക്ക് ചെറുപ്പം തൊട്ടിട്ട് ഭഗവാനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അമ്മ ജനിച്ചത് പാലക്കാട്, എന്താ പറയുക, പാലക്കാട് ആലത്തൂർ, പഴമ്പാലക്കോട്, തരൂർ എന്ന് പറയും. അവിടെ അമ്മ ജനിച്ചത്. അപ്പം അമ്മ ചെറുപ്പം തൊട്ടിട്ട് അമ്മ കൃഷ്ണൻ്റെ ഒരു രൂപം വെച്ച് അമ്മ പ്രാർത്ഥിക്കും. അപ്പം അമ്മ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ എനിക്ക് കണ്ണൻ്റെ നാട്ടിലേക്ക് വരണം, എനിക്ക് ഗുരുവായൂരപ്പൻ്റെ നാട്ടിലേക്ക് വരണം എന്നാണ് അമ്മ മുഴുവനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ അമ്മയ്ക്ക് ഒരു കല്യാണാലോചന. അതും എൻ്റെ ഭർത്താവ് ഈ നാട്ടുകാരല്ല, തഞ്ചാവൂർ തമിഴ്നാട്ടിൽ ജനിച്ച ആളാണ്. പക്ഷെ ആളിവിടെ ചെറുപ്പത്തിൽ വന്ന് ഇവിടെ കിടന്ന് അങ്ങനെ ആൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പെണ്ണ് നോക്കാമെന്ന് വെച്ച് ഞങ്ങളുടെ അടുത്തുള്ള ആൾക്കാർ കൊടുത്തപ്പോൾ എന്താണത് അങ്ങനെ വന്നത് ഗുരുവായൂർക്ക്. അപ്പോൾ അമ്മ വരുമ്പോൾ ഗുരുവായൂർ പെട്ടുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അമ്മ വരുമ്പോൾ വാടക വീട്ടിലേക്കാണ് അമ്മ വന്നത്. അമ്മയ്ക്ക് ഇരിക്കാൻ ഒരു വീടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ ഭഗവാനോട് എന്ത് ചോദിക്കും, കണ്ണൻ്റെ കാലിലോട്ട് അമ്മയ്ക്ക് 2 സെൻറ്റ് സ്ഥലം അതിൽ ചോദിച്ച പോലെ അമ്മയ്ക്ക് അത് തരണമെന്ന് അമ്മ ഭഗവാനോട് പ്രാർത്ഥിക്കും. അപ്പോൾ അമ്മയ്ക്ക് അതിൽ 2 സെൻറ്റ് സ്ഥലം ഭഗവാന്റെ കാലിലോട്ട് തന്നെ അമ്മയ്ക്ക് തന്നു. പിന്നെ അമ്മയ്ക്ക് അതിലൊരു വീടും ഭഗവാൻ തന്നു. അപ്പോൾ തന്നിട്ട് പിന്നെ അമ്മ പിന്നെ പ്രാർത്ഥിച്ചത് ആ വീട് 12 കൊല്ലം പണി കഴിയാണ്ട് കിടന്നു. ഞാൻ കണ്ണനോട് പറഞ്ഞു, കണ്ണ അമ്മയ്ക്കൊന്ന് അടിച്ച് തുടച്ച് വിളക്ക് വയ്ക്കാൻ എൻ്റെ കണ്ണ എനിക്ക് ആക്കി തരില്ലേ എന്ന് ചോദിച്ചു. അത് ചോദിച്ചിരുന്ന ഒരു 5-6 മാസം കഴിഞ്ഞില്ല. അപ്പം അമ്മയ്ക്ക് ഒരു 50 ലക്ഷം സമ്മർ പമ്പറിന് ഒരു 3 കുട്ടികൾക്ക് അടിച്ചു. അങ്ങനെ അമ്മയ്ക്കൊരു 4 ലക്ഷം കിട്ടി. അങ്ങനെ അമ്മയുടെ വീട് പണി നല്ല ഭംഗിയാക്കി അമ്മ ഭഗവാൻ നടത്തി തന്നു. അപ്പോൾ ഭഗവാൻ അമ്മ വിളിച്ച വിളി കേട്ടു എന്നുള്ളതാണ്. പിന്നെ അമ്മയ്ക്ക് വയ്യാണ്ടായി, കൊറോണ വന്നു. പിന്നെ അമ്മയ്ക്ക് ശരീരത്തിന് വയ്യാണ്ടായി. അപ്പോൾ ഞാൻ വീട്ടുപണിക്കാണ് പോയായിരുന്നു. അപ്പോൾ ഞാൻ ഭഗവാനോട് ചോദിച്ചു, ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? കാരണം എനിക്ക് പണിയെടുക്കാൻ വയ്യ, നമുക്ക് കൊടുന്നു തരാൻ എൻ്റെ മക്കളുടെ ലേശം കടണ്ട്. അവർക്ക് വയ്യാത്ത കുട്ടികളാണ്, ചെറുതായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ട്, 2 ആൺകുട്ടികൾ. അപ്പോൾ എനിക്ക് അവരെ നോക്കുകയും വേണം, എനിക്ക് ജീവിക്കുകയും വേണം. എന്ത് പണിയെടുത്താൽ ഞാൻ ജീവിക്കുക, എനിക്ക് കൂലിപ്പണി എടുക്കാനോ ഒരു പണിക്കും എനിക്ക് വയ്യ കണ്ണാന്ന് പറഞ്ഞു. അപ്പം അമ്മ അങ്ങനെ ലോട്ടറിയിൽ ഇറങ്ങി. ഇപ്പോൾ 7 വർഷമായി ഇപ്പം അമ്മ ഈ ലോട്ടറിയിൽ ഇറങ്ങിയിട്ട്. ഇപ്പം അമ്മ ഭഗവാൻ കണ്ണൻ സഹായിച്ചോണ്ടിരിക്കുകയാണ്. എനിക്ക് വയ്യ. ഓരോ ദിവസം അമ്മ ഇപ്പോൾ ഒരു 2 ആഴ്ച 3 ആഴ്ച മുന്നേ അമ്മ ഇവിടെ വെച്ച് പെട്ടെന്ന് തളർന്നു. അമ്മ മരിക്കുകയാണ്. കാരണം എൻ്റെ മക്കളിലൊക്കെ വിട്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് എൻ്റെ ചേച്ചി ഇവിടെ ലോട്ടറി വെക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ചേച്ചിനോട് പോലും പറഞ്ഞില്ല, ഇവിടെ ഒരാളോടും പറഞ്ഞില്ല. അമ്മ അങ്ങനെ തളർന്നു, ശരീരം തളർന്നു, നമ്മുടെ കണ്ണൊക്കെ കാണാണ്ടായി. അമ്മ കാല് അങ്ങോട്ട് വയ്ക്കുമ്പോൾ കാലും ഇങ്ങോട്ട് വരികയാണ്. ഞാൻ ഭഗവാനെ അറിഞ്ഞ് വിളിച്ചു. അങ്ങനെ വിളിച്ച് ഞാൻ ആശുപത്രിക്കൊന്നും പോയില്ല, ഇവിടെ ആരോടും പറഞ്ഞില്ല. അമ്മ നേരെ എൻ്റെ വീട്ടിലേക്കാണ് വിട്ടത്. ഓട്ടോറിക്ഷ പിടിച്ച് ഞാൻ വീട്ടിൽ പോയി. അവിടെ പോയി ഞാൻ കിടന്നു. അപ്പോൾ ചേച്ചിനോട് ആരോ പറഞ്ഞിട്ട് ചേച്ചി കരഞ്ഞ് വിളിച്ച് പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഭഗവാൻ എന്നെ കൈവിട്ടില്ല എന്ന് വെച്ച് ഞാൻ എൻ്റെ കണ്ണ എൻ്റെ കൂടെ നിന്ന് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥന മനുഷ്യജന്മ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഭഗവാൻ എത്തിപ്പെടണം എന്നൊരു പ്രാർത്ഥന.